കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ ദിവസം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമായി ദൈവമക്കൾ എല്ലാവരും, ലോകമെങ്ങുമുള്ള എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കൂടി വരുന്ന ഒരു ദിവസം. ഓരോ വിശുദ്ധ ദിവസവും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു വസിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചു കൊള്ളുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വസിക്കുന്ന ഇടം എവിടെയാണ്? നമുക്ക് ഒരുപക്ഷെ പറയാം, കർത്താവ് എല്ലാ സ്ഥലത്തുമുണ്ട്, ഹൃദയം നുറുങ്ങിയവരോട് കൂടിയുണ്ട് എന്നെല്ലാം പറയാമെങ്കിലും ക്രിസ്തു പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് തൻ്റെ സ്വന്തം രക്തത്താൽ നമുക്ക് വേണ്ടി ഓരോ നിമിഷവും പക്ഷപാതം ചെയ്തുകൊണ്ട് ഒരു മഹാപുരോഹിതനായിരിക്കുന്നു. ഹല്ലേലൂയ! സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനായി ഈ വാക്യത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു വസിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊള്ളുവനെന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, നാം എല്ലാവരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമുക്ക് ചുറ്റും കാണുന്ന കാര്യം, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സകല കാര്യങ്ങളുമാണ് നമ്മുടെ കണ്ണിൽ വരുന്നത്, ചെവിയിൽ കേൾക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് നാം അതരം കൊണ്ട് പറയുന്നതും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ശിഷ്യനെ സംബന്ധിച്ച് വചനം പറയുന്നു, ക്രിസ്തു വസിക്കുന്നിടത്തിലുള്ളത് ചിന്തിച്ചു കൊള്ളുവേൻ. അവിടെ സന്തോഷമാണുള്ളത്, അവിടെ സമാധാനമുള്ളത്, അവിടെ സ്വസ്ഥതയാണുള്ളത്. ഹല്ലേലൂയ! അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെയാണ് നമ്മുടെ ഹൃദയവും ഉള്ളത്. നമ്മുടെ നിക്ഷേപം പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്തതുമായ ആ സ്വർഗസന്നിധിയിൽ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തെയും ഈ ലോകത്തിൻ്റെ ഒരു ശക്തികൾക്കും അല്ലെങ്കിൽ ഒരു ദുഷ്ടതകൾക്കും മോഷ്ടിച്ച് കളയുവാൻ കഴിയുകയില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സകല വിഷയത്തെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഇന്ന് ഈ വിശുദ്ധ ദിവസം സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.